എടാ നിവിൻ പോളിന്റെ തട്ടത്തിന്മാരെ ഇറങ്ങിയിട്ടുണ്ട്, പോയി കാണാന്ന് പറഞ്ഞു. ഇവന് പറ്റിയതാരാ പക്ഷേ? ഒരു ബൈക്കിലൊന്നൊരു ചേട്ടൻ എന്റെ പുറത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും? ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം. ആ സിനിമ കണ്ടതോടുകൂടി നിവിൻ പോളി എന്നുള്ളൊരു താരത്തെ ഞാൻ മനസ്സിലാക്കി. അങ്ങോട്ട് മേത്തോട്ട് അങ്ങോട്ട് കേറി. ഉത്രാട നക്ഷത്രക്കാരുടെ വിധി പൊതുവെ ഇങ്ങനെ. പക്ഷെ അതെന്തുകൊണ്ട് വർക്കൗട്ട് ആയില്ല. പിന്നെ ചേട്ടനൊരു ഡൗൺഫോൾ വന്നു കരിയറിൽ. സാറിന് എന്താ വേണ്ടത്? അതിന് എത്ര തവണ പറയണോടാ? ഇപ്പോഴും അങ്ങനെ ഒരു വർഗം ഇവിടെ ഉണ്ട്, നിവിൻ പോളി ഫാൻസ്. അല്ലേ? പക്ഷെ ഞാനത് പറയുമ്പോ ആർക്കെങ്കിലും വിഷമൊന്നും നീ ഒന്നും വിചാരിക്കരുത്. കാരണം സാക്ഷാൽ ലാലേട്ടൻ കഴിഞ്ഞാൽ അത് വേണ്ട, അത് വേണ്ട. പിന്നെ ദുഃഖിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇതിനെ ചേട്ടന് എങ്ങനെയാണ് നോക്കി കാണുന്നത്? എന്റെ അസീസ് നീ ആള് കൊള്ളാലോടാ. എന്റെ അയലോക്ക നല്ല കുട്ടിയാ. പിന്നെ ഫാൻസ് ഇപ്പോഴും അങ്ങനെ ഒരു വർഗം ഇവിടെ ഉണ്ട്, നിവിൻ പോളി ഫാൻസ്. പകല് മുഴുവൻ കിടന്ന് ഉറങ്ങും, രാത്രി മുഴുവൻ ഉറക്കം വളച്ചിരുന്ന് മനുഷ്യന്റെ സ്വസ്ഥത കിടന്നു. ഒരാഴ്ചയായിട്ട് എന്റെ ഉയരെടുത്തോണ്ടിരിക്കുക. ബോക്സ് ഓഫീസിനെ തൂക്കിയടിക്കാൻ കഴിവുള്ള ഒരു നടൻ നിവിൻ പോളി മാത്രം.